ഇന്ന് നമ്മൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാനുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം സാധാ ഓട്സ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒന്ന് കുതിർത്തെടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റോളം ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നട്ട്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 2 കാഷ്യൂവും 2 ബദാമും എടുത്തിട്ടുണ്ട്. ഇത് 1 ഗ്ലാസ് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ചെറിയൊരു എമൗണ്ടിൽ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഈത്തപ്പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു 4 or 5 ഈത്തപ്പഴം എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരം പാൽ വേണമെന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് ചിയാ സീഡ് 1 ടേബിൾ സ്പൂൺ അളവിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്മൂത്തിയും കൂടെ ഒഴിച്ച് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വണ്ണം കുറയാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി റെസിപ്പി എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്